ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ടെൻസിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ടെൻസ് എന്താണെന്ന് ആദ്യം അറിയണമെങ്കിൽ നമുക്ക് എന്തറിയണം? ഒരു സെൻറ്റൻസിലെ സബ്ജക്റ്റ് എന്താണെന്ന് അറിയണം. ഒരു സെൻറ്റൻസിലെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വാചകത്തിൽ അല്ലെ എന്താണ് അതിൻ്റെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആരാണോ ആ ഒരു സെൻറ്റൻസിൽ എന്തിനെക്കുറിച്ചിട്ടാണോ പറയുന്നത്, അല്ലെങ്കിൽ അതിലെ ആക്ഷന് ആരാണോ ചെയ്തത്, അതായിരിക്കും അതിൽ സെൻറ്റൻസ്. The subject of a sentence is the part of the sentence that tells us who is doing the action or what the sentence is about. അപ്പോൾ ആരാണ് ഇവിടെ ആക്ഷൻ ചെയ്യുന്നതെന്നും അല്ലെങ്കിൽ എന്തിനെക്കുറിച്ചിട്ടാണോ ആ സെൻറ്റൻസിൽ പറയുന്നത്, എന്തിനെക്കുറിച്ചിട്ടാണോ അല്ലെങ്കിൽ ആര് എന്തിനെക്കുറിച്ചിട്ടാണോ അങ്ങനെയൊക്കെ പറയുമ്പോൾ അതിനൊരു ആൻസർ കിട്ടുന്നുണ്ടെങ്കിൽ അതാണ് അതിൽ. ഇപ്പോൾ ആ ഒരു ആക്ഷൻ ചെയ്തത് ആരാണ് എന്ന് ചോദിക്കുമ്പോൾ അതിൽ ആക്ഷൻ ചെയ്ത ആളായിരിക്കും അതിൽ സബ്ജക്റ്റ് ഉണ്ടായിരിക്കുക. അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേക കാര്യത്തെക്കുറിച്ചിട്ടായിരിക്കും ഒരു സെൻറ്റൻസിൽ പറയുക. അത് എന്തിനെക്കുറിച്ചിട്ടാണോ പറയുന്നത് അതായിരിക്കും അതിൻ്റെ സബ്ജക്റ്റ് എന്ന്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഷീ റൺസ് എവറി മോർണിംഗ്. അവൾ എല്ലാ ദിവസവും എന്ത് ചെയ്യുന്നു? രാവിലെ ഓടുന്നു. അപ്പോൾ ആര് എന്ന് ചോദിച്ചാൽ ആ ആക്ഷൻ ചെയ്യുന്നത് ആരാണ്? അവളാണ്. അപ്പോൾ അവളാണ് അതിലെ സബ്ജക്റ്റ്. അതുപോലെ ദ കാറ്റ് ഈസ് ഓൺ ദ ടേബിൾ. കാറ്റ് എവിടെയാണ്? ടേബിളിൽ എവിടെയാണ്? നമ്മൾ കാര്യം പറഞ്ഞു, പൂച്ച ടേബിളിൻ്റെ മേലെയാണ്. എന്തിൻ്റെ മേലെ എന്ന് ചോദിക്കുമ്പോൾ ടേബിളിൻ്റെ മേലെയാണ്. എന്തിനെക്കുറിച്ചിട്ടാണ് പറയുന്നത്? പൂച്ചയെക്കുറിച്ചിട്ടാണ് പറയുന്നത് അല്ലേ? അവിടെ അതാണ്, കാറ്റാണ് എന്ത്? സബ്ജക്റ്റ്. അതുപോലെ ജോൺ ആൻഡ് സാറ ആർ ഗോയിങ് ടു ദ മാർക്കറ്റ്. ഇവിടെ സബ്ജക്റ്റ് വരുന്നത് രണ്ടുപേരും കൂടിയാണ് എങ്ങോട്ട് പോയിരിക്കുന്നത്? മാർക്കറ്റിലേക്ക് പോയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ജോണും സാറയും എന്താണ്? സബ്ജക്റ്റ്. രണ്ടുപേരും ചെയ്ത ഒരു ആക്ഷനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. അപ്പോൾ അവർ രണ്ടുപേരും അതിലെ സബ്ജക്റ്റാണ്. അങ്ങനെ എന്തിനെക്കുറിച്ചിട്ടാണോ ഒരു സെൻറ്റൻസിൽ പറയുന്നത്, അല്ലെങ്കിൽ ആരാണോ ആ സെൻറ്റൻസിലെ ആക്ഷൻ ചെയ്തിരിക്കുന്നത്, അതായിരിക്കും അതിലെ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നേരെ ടെൻസിലേക്ക് പോവാം. ടെൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സാധാരണ നമ്മൾ എന്താണ് ടെൻസ് എന്ന് പറഞ്ഞാൽ? നമ്മൾ പറയും പ്രസൻറ്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, അതുപോലെ ഫ്യൂച്ചർ ടെൻസ് എന്ന് പറയും. പക്ഷെ ടെൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒരു ആക്ഷൻ, എന്തെങ്കിലും ഒരു ക്രിയ നടന്ന സമയത്തെ സൂചിപ്പിക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? ടെൻസ്. അപ്പോൾ ഇന്നലെ നടന്ന ആക്ഷൻ സൂചിപ്പിക്കുമ്പോൾ നമ്മൾക്ക് അതിൻ്റേതായ ഓരോ റൂൾസ് ഉണ്ടായിരിക്കും. ഇന്നലെ നടന്നു പറയാൻ നമ്മൾ ഇന്നലെ എന്ന് പറയും. ഇന്ന് നടക്കുന്നത്, അല്ലെങ്കിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്, നാളെ നടക്കാൻ പോകുന്നത്, അതൊക്കെ പറയും അല്ലേ? അപ്പോൾ ഒരു ആക്ഷൻ എപ്പോഴാണോ സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ആ ടൈമിനെയാണ് എന്ത് പറയുന്നത്? ടെൻസ് എന്ന ടൈം പീരിയഡിനെ. ടെൻസ് ഷോസ് ദ ടൈം ഓഫ് ആൻ ആക്ഷൻ ആൻഡ് ദ സ്റ്റേറ്റ് ഓഫ് ദ വേർബ്, വെദർ ദ ആക്ഷൻ ഈസ് കംപ്ലീറ്റഡ്, ഓൺഗോയിങ് ഓർ ഹാബിച്വൽ. നമ്മുടെ ആക്ഷന് മുമ്പ് നടന്നതായിരിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതാവാം, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഹാബിച്വൽ ആക്ഷൻ ആയിരിക്കും, നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു പ്രവൃത്തി എന്ന നിലയിലൊക്കെ പറയാം. അപ്പോൾ അത് കംപ്ലീറ്റ് ആണോ അല്ലയോ ഒന്നും പ്രസക്തമല്ല, എപ്പോൾ നടന്നു എന്നുള്ളതാണ് അതിലെ ഇത്. അപ്പോൾ എപ്പോൾ നടക്കുന്നു, ടൈം പീരിയഡ് ഓഫ് എൻ ആക്ഷൻ ടേക്സ് പ്ലേസ് എന്നാണ് ടെൻസിനെ കുറിച്ച് പറയുന്നത്. ടെൻസ് ഷോസ് ദ ടൈം പീരിയഡ് ഓഫ് എൻ ആക്ഷൻ ടേക്സ് പ്ലേസ്. ഒരു ആക്ഷൻ നടന്ന ടൈം പീരിയഡിനെയാണ് എന്ത് പറയുന്നത്? ടെൻസ് എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. പ്രസൻറ്റ് ടെൻസ്. ഇംഗ്ലീഷിലെ ടെൻസിനെ നമ്മൾ എങ്ങനെയായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്? പ്രസൻറ്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, ഫ്യൂച്ചർ ടെൻസ്. ഇതിൽ തന്നെ നമ്മൾ പ്രസൻറ്റ് ടെൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ നടക്കുന്ന ആക്ഷൻസ് പറയാനാണ്. നമ്മൾ ആ പ്രസൻറ്റ് നടക്കുന്ന ആക്ഷൻസ് പറയാനാണ് പ്രസൻറ്റ് ടെൻസ് ഉപയോഗിക്കുന്നത്. അതുപോലെ അതിനെ മലയാളത്തിൽ നമ്മൾ വർത്തമാനകാലം എന്ന് പറയും. അതുപോലെ ഭൂതകാലത്തെ സൂചിപ്പിക്കുന്നത്, കഴിഞ്ഞു പോയ കാലത്ത് മുൻപേ നടന്ന ഒരു ആക്ഷനെ സൂചിപ്പിക്കാൻ നമ്മൾ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ വരാനിരിക്കുന്ന ആക്ഷനെ സൂചിപ്പിക്കാൻ നമ്മൾ ഫ്യൂച്ചർ ടെൻസാണ് യൂസ് ചെയ്യുന്നത്. ഇംഗ്ലീഷിലെ ഓരോ ടെൻസിനെയും 4 എണ്ണമായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പ്രസൻറ്റ് ടെൻസ് ആണെങ്കിൽ അതിന് 4 ഡിവിഷൻസ് ഉണ്ട്, പാസ്റ്റ് ടെൻസിന് 4 ഡിവിഷൻസ് ഉണ്ട്, ആൻഡ് ഫ്യൂച്ചർ ടെൻസിനും 4 ഡിവിഷൻസ് ഉണ്ട്. അങ്ങനെ നമ്മൾ ഒരു 12
ഡിവിഷൻസിനെ കുറിച്ചിട്ട് നമുക്കതിൽ കൃത്യമായിട്ട് നമ്മൾ പഠിച്ചിരിക്കണം. അതിൻ്റെ ഫോമുകൾ കറക്റ്റായിട്ട് പഠിച്ചിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് എക്സാമിന് ക്വസ്റ്റ്യൻസ് വന്നാൽ അതിന് ആൻസർ ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ നോക്കാം. പ്രസൻറ്റ് ടെൻസ് എന്ന് പറയുമ്പോൾ എന്താണ് അതിൽ പറയുന്നത്? നമ്മൾ എന്തിനെ കുറിച്ചിട്ടാണ്? പ്രസൻറ്റ് ടെൻസ് ഈസ് യൂസ്ഡ് ഫോർ ആക്ഷൻസ് ഹാപ്പനിങ് നൗ. ഇപ്പോൾ നടക്കുന്ന ആക്ഷൻസിനെ സൂചിപ്പിക്കാൻ എന്തുപയോഗിക്കാറുണ്ട്? പ്രസൻറ്റ് ടെൻസ് ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഹാബിച്വൽ ആക്ഷൻസ് പറയാൻ, അല്ലേ, നമ്മൾ ഡെയിലി ചെയ്യുന്ന ആക്ഷൻസ്, എല്ലാ ദിവസവും രാവിലെ നടക്കാൻ പോകുന്നു, അല്ലെങ്കിൽ ഇന്ന് സ്കൂളിലേക്ക് പോകുന്നത്, ഷീ ഗോസ് ടു സ്കൂൾ ബൈ ബസ്, എങ്ങനെ, അല്ലേ, അവൾ പോകുന്നത്, സ്കൂളിലേക്ക് പോകുന്നത് എങ്ങനെയാണ്? ബസ്സിലാണ് പോകുന്നത്. അങ്ങനെയൊക്കെ പറയുമ്പോൾ ഹാബിച്വൽ ആക്ഷൻസ് സൂചിപ്പിക്കാൻ പ്രസൻറ്റ് ടെൻസ് ഉപയോഗിക്കുന്നു. അതുപോലെ ജനറൽ ട്രൂത്ത്സ് അല്ലെങ്കിൽ യൂണിവേഴ്സൽ ട്രൂത്ത്സ് ഓർ ഫാക്ട്സ് പറയാൻ ഉപയോഗിക്കുന്നത് ഏത് തന്നെയാണ്? പ്രസൻറ്റ് ടെൻസ് ആണ്. ഇപ്പോൾ ജനറൽ ട്രൂത്ത്സ് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ദ എർത്ത് റിവോൾവ്സ് അറൗണ്ട് ദ സൺ. സൂര്യൻ ഏതിന് ചുറ്റും ഇങ്ങനെ, അല്ല, ഭൂമി ഏതിന് ചുറ്റും കറങ്ങുന്നുണ്ട്? സൂര്യന് ചുറ്റും കറങ്ങുന്നുണ്ട് എന്നുള്ളത് അതൊരു ജനറൽ ട്രൂത്താണ്. അതുപോലെ ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്. സൂര്യൻ ഉദിക്കുന്നത് ഈസ്റ്റിലാണെന്ന് പറയുന്നതും ഒരു യൂണിവേഴ്സൽ ട്രൂത്ത്സ് ആണ്. അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ പറയാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് പ്രസൻറ്റ് ടെൻസ് ആണ്. അതുപോലെ തന്നെ നമ്മൾ ഓരോ പ്രസൻറ്റ് ടെൻസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ പാസ്റ്റ് ടെൻസോ ഫ്യൂച്ചർ ടെൻസോ എന്ത് വന്നാലും അതിൽ 3 4 ഡിവിഷൻസ് ആക്കിയിട്ടുണ്ട്. പ്രസൻറ്റ് ടെൻസിന് ഒരു 4 ഡിവിഷൻസ് ഉണ്ട്, പാസ്റ്റ് ടെൻസിന് 4 ഡിവിഷൻസ് ഉണ്ട്, ആൻഡ് ഫ്യൂച്ചർ ടെൻസിനും 4 ഡിവിഷൻസ് ഉണ്ട്. ഈ 4 ഡിവിഷൻസും അതുപോലെ തന്നെ അതിൻ്റെ കറക്റ്റായിട്ടുള്ള സെൻറ്റൻസ് സ്ട്രക്ചർ അല്ലെങ്കിൽ അതിൻ്റെ ഫോം നമ്മൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. നമുക്ക് നോക്കാം. ആദ്യത്തെ പ്രസൻറ്റ് ടെൻസിനെ നമ്മൾ 4ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? സിമ്പിൾ പ്രസൻറ്റ്, പ്രസൻറ്റ് കണ്ടിന്യൂസ്, പ്രസൻറ്റ് പെർഫെക്റ്റ്, ദെൻ ഫോർത്ത് വൺ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്നാണ്. ഏതൊക്കെയാണ്? സിമ്പിൾ പ്രസൻറ്റ്, പ്രസൻറ്റ് കണ്ടിന്യൂസ്, പ്രസൻറ്റ് പെർഫെക്റ്റ്, പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അതിൽ സിമ്പിൾ പ്രസൻറ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. The simple present tense is used in these situations. ഏതൊക്കെ സിറ്റുവേഷൻസിലൊക്കെയാണ് നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് യൂസ് ചെയ്യുന്നത് നോക്കാം. ഫസ്റ്റ് വൺ, ഹാബിറ്റ്സ് ഓർ ഡെയിലി റൂട്ടീൻസ്. നമ്മൾ ഹാബിറ്റ്സ് കാണിക്കാൻ അല്ലെങ്കിൽ നമ്മളെ ഡെയിലി റൂട്ടീൻസ് എന്താണെന്ന് പറയാനൊക്കെ ഏത് ടെൻസിലാണ് ഉപയോഗിക്കുന്നത്? പ്രസൻറ്റ് ടെൻസിൽ തന്നെ സിമ്പിൾ പ്രസൻറ്റ് ടെൻസാണ് നമ്മൾ ഹാബിച്വൽ ആക്ഷൻസ് പറയാൻ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഡെയിലി റൂട്ടീൻസ് പറയാൻ ഉപയോഗിക്കുന്നത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസാണ്. ഇപ്പോൾ നോക്കാം. ഐ ബ്രഷ് മൈ ടീത്ത് എവറി മോർണിംഗ്. എങ്ങനെയാണ്? എല്ലാ ദിവസവും രാവിലെ ഞാൻ എൻ്റെ പല്ല് തേക്കാറുണ്ട്. അത് പറയുന്നത് ഏത് ടെൻസിലാണ്? സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലാണ്. അതുപോലെ ഷീ ഗോസ് ടു സ്കൂൾ ബൈ ബസ്. അവൾ സ്കൂളിലേക്ക് പോകുന്നത് എപ്പോഴും ബസ്സിലാണ്. അതും സിമ്പിൾ പ്രസൻറ്റിലാണ് പറയുന്നത്. അതുപോലെ ജനറൽ ട്രൂത്ത്സ് ഓർ ഫാക്ട്സ് പറയാൻ ഉപയോഗിക്കുന്നത് ഏതാണ്? സിമ്പിൾ പ്രസൻറ്റാണ്. ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്. സൺ എവിടെയാണ് ഉദിക്കുന്നത്? ഈസ്റ്റിലാണ്. അതൊരു ജനറൽ ട്രൂത്താണ്. അതുപോലെ തന്നെ വാട്ടർ ബോയിൽസ് അറ്റ് 100 ഡിഗ്രി സെൽഷ്യസ്. വാട്ടർ തിളയ്ക്കുന്നത് ഏത് ഡിഗ്രി സെൽഷ്യസിൽ? 100 ഡിഗ്രി സെൽഷ്യസിലെത്തുമ്പോഴാണ് വാട്ടർ തിളക്കുന്നത്, അല്ലേ? അതുപോലെ തന്നെ ദ എർത്ത് റിവോൾവ്സ് എറൗണ്ട് ദ സൺ. ഭൂമി സൂര്യന് ചുറ്റും കറങ്ങുന്നു എന്ന്. ദെൻ പെർമനൻറ്റ് സിറ്റുവേഷൻസ് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഏത് ഉപയോഗിക്കാറുണ്ട്? സിമ്പിൾ പ്രസൻറ്റ് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അവർ എന്നും താമസിക്കുന്നത് എവിടെയാണ്? ഡൽഹിയിലാണ്. ദേ ലിവ് ഇൻ ഡൽഹി. അതുപോലെ മൈ അങ്കിൾ വർക്ക്സ് ഇൻ എ ബാങ്ക്. ആ വർക്ക്സ് എവിടെയാണ്? ബാങ്കിൽ തന്നെ വർക്ക് ചെയ്യുന്നുള്ളൂ, വേറെ എവിടെയില്ല. അതെന്നും ചെയ്യുന്നവരാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? ഏത് ഇതിൽ പറയുന്നു? സിമ്പിൾ പ്രസൻറ്റിൽ പറയുന്നു മൈ അങ്കിൾ വർക്ക്സ് ഇൻ എ ബാങ്ക്. അതുപോലെ നമ്മുടെ ഫീലിങ്സ്, ഇമോഷൻസ്, ഒപ്പീനിയൻസ് ഇതൊക്കെ പറയാൻ ഏത് ടെൻസിലാണ് ഉപയോഗിക്കാറ്? സിമ്പിൾ പ്രസൻറ്റ് ടെൻസാണ് ഉപയോഗിക്കാറ്. ഇനി നമുക്കതിൻ്റെ സ്ട്രക്ചർ, ഫീലിങ്സ്, നമ്മുടെ നോക്കുക. ഐ ലൈക്ക് മാംഗോസ്, അല്ലെങ്കിൽ ഹീ ബിലീവ്സ് ഇൻ ഓണസ്റ്റി. അവിടെയൊക്കെ എന്താണ്? അവരുടെ ഇമോഷൻസ് ഒക്കെ കാണിക്കുകയാണ്. അപ്പോൾ അല്ലെങ്കിൽ അവരുടെ ഒപ്പീനിയൻസ് പറയാം. അതൊക്കെ പറയുമ്പോഴെപ്പോഴും സിമ്പിൾ പ്രസൻ്റാണ് യൂസ് ചെയ്യാറുള്ളത്.
സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൻ്റെ സ്ട്രക്ചർ എന്താണെന്ന് നോക്കാം. സബ്ജക്റ്റ് പ്ലസ് വേർബ് പ്ലസ് എസ് ഓർ ഇ എസ് എന്നുള്ളതാണ്. ഒരു സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലുള്ള ഒരു സെൻറ്റൻസിൻ്റെ ഫോം എങ്ങനെ ആയിരിക്കണം? ഫസ്റ്റ് സബ്ജക്റ്റ് ഉണ്ടായിരിക്കണം, ദെൻ കംസ് ദ വേർബ് ആൻഡ് ആഫ്റ്റർ ദാറ്റ് എസ് ഓർ ഇ എസ് അല്ലേ. വേർബിൻ്റെ കൂടെ എസ് ഒ ഇ എസോ ഉണ്ടായിരിക്കണം. സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ സബ്ജക്റ്റ് കഴിഞ്ഞിരിക്കുന്ന എന്തുണ്ടായിരിക്കണം? V1 ആയിരിക്കണം. വെർബിൻ്റെ ബേസ് ഫോം ആയിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. പിന്നെ അതിൻ്റെ സബ്ജക്റ്റിൻ്റെ നമ്പറിനെ ബേസ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ എസ്ഒ അല്ലെങ്കിൽ ഇ എസ് ഒ നമുക്ക് ആഡ് ചെയ്യണം. വെൻ ദ സബ്ജക്റ്റ് ഈസ് ഇൻ സിംഗുലർ ഫോം, he, she or it, we have to use s or es with the verb. അപ്പോൾ സബ്ജക്റ്റ് സിംഗുലർ ഫോമിലാണെങ്കിൽ, സബ്ജക്റ്റ് ഏകവചനത്തിലാണെങ്കിൽ, സബ്ജക്റ്റ് ഒന്നേ ഉള്ളുവെങ്കിൽ അത് ഹി ആവാം, അവനാവാം, അവളാവാം, അല്ലെങ്കിൽ അതാവാം, ഇറ്റ് എന്ന് പറയുകയാണെങ്കിൽ, അങ്ങനെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് കഴിഞ്ഞേക്ക് തന്നെ നമുക്ക് വേർബ് വരണം. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വി ഹാവ് ടു യൂസ് എസ് ഓർ ഇ എസ് വിത്ത് ദ വേർബ്. നമ്മൾ എന്തെന്നെ ചെയ്യണം? വേർബിൻ്റെ കൂടെ എസ്സോ അല്ലെങ്കിൽ ചില വേർബിൻ്റെ കൂടെ നമ്മൾ ഇ എസ് ഒ ചേർക്കേണ്ടി വരും. ഇപ്പോൾ ഗോ ആണെങ്കിൽ ഗോസ് എന്നാവും, ഡു ആണെങ്കിൽ ഡസ് ആവും. അതുപോലെ ചില മറ്റുള്ള വേർബിൻ്റെ കൂടെയൊക്കെ എന്ത് മതി? എസ് മാത്രം ആഡ് ചെയ്താൽ മതിയാവും. അപ്പം നമുക്ക് നോക്കാം. അപ്പോൾ കുറച്ച് എക്സാമ്പിൾസ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് എക്സാമ്പിൾ, ഹി സിങ്സ് വെൽ. അവൻ എന്ത് ചെയ്യുന്നു? നന്നായി പാടുന്നു. അവിടെ എന്ത് ചെയ്തു? സബ്ജക്റ്റ് ഹി ആണ്. സബ്ജക്റ്റ് ഹി ആയതുകൊണ്ട് തന്നെ അവൻ എന്നുള്ളത് ഒറ്റൊരാളാണ്. അതുകൊണ്ട് എന്ത് ചെയ്തു? നമ്മൾ സിങ് എന്ന വേർബിൻ്റെ കൂടെ എസ് ആഡ് ചെയ്തിട്ടുണ്ട്, അവിടെ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഹി പ്ലേസ് ക്രിക്കറ്റ് എവറി മോർണിംഗ്. എല്ലാ ദിവസവും ചെയ്യുന്നു, ഹാബിച്വൽ ആക്ഷനാണ് കാണിക്കുന്നത് അല്ലേ. എല്ലാ ദിവസവും അവൻ എന്ത് ചെയ്യുന്നു? രാവിലെ ക്രിക്കറ്റ് കളിക്കുന്നു. അവിടെ ഏത് ഉപയോഗിച്ചു? സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ്. അപ്പോൾ ഹാബിച്വൽ ആക്ഷൻസ് കാണിക്കാൻ എപ്പോഴും സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഹി ആണ് ഉപയോഗിച്ചത്, അതുകൊണ്ട് പ്ലേയുടെ കൂടെ നമ്മൾ എസ് ആഡ് ചെയ്തു. നെക്സ്റ്റിൽ ഷീ ഡ്രിങ്ക്സ് മിൽക്ക് ഇൻ ദ മോർണിംഗ്. അവൾ എല്ലാ ദിവസവും രാവിലെ എന്ത് ചെയ്യുന്നുണ്ട്? രാവിലെ പാല് കുടിക്കുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ എന്താണ്? ഷീ ഡ്രിങ്ക് മിൽക്ക് ഇൻ ദ മോർണിംഗ് എന്ന് പറഞ്ഞാൽ തെറ്റിപ്പോയി. ആ ഡ്രിങ്കിൻ്റെ കൂടെ എസ് ഉണ്ടെങ്കിൽ മാത്രമേ എന്താവുകയുള്ളൂ? അത് കറക്റ്റ് ആവുകയുള്ളൂ. ഷീ ഡ്രിങ്ക്സ് മിൽക്ക് ഇൻ ദ മോർണിംഗ്. അതുപോലെ ദ കാറ്റ് അല്ലെങ്കിൽ ഇറ്റ് എന്ന് പറയാം. രണ്ടും എങ്ങനെയാണ്? അപ്പോൾ അതും എന്താണ്? ഏകവചനത്തിലാണ്, ഒരൊറ്റ പൂച്ചനെയാണ് സൂചിപ്പിച്ചത്. ദ കാറ്റ് സ്ലീപ്സ് ഓൺ ദ സോഫ. എവിടെയാണ് ഉറങ്ങുന്നത്? സോഫയുടെ മേലെയാണ് അല്ലേ. അപ്പോൾ അവിടെ കാറ്റ് എന്നുള്ളത് ഒന്നായതുകൊണ്ടാണ് സ്ലീപ്പിൻ്റെ കൂടെ നമ്മൾ എസ് ആഡ് ചെയ്തത്. സ്ലീപ്പ് എന്ന വേർബിൻ്റെ കൂടെ, ഉറങ്ങുക എന്നുള്ള വേർബിൻ്റെ കൂടെ എസ്സും കൂടി ആഡ് ചെയ്തത്. മൈ ബ്രദർ റീഡ്സ് എ ന്യൂസ് പേപ്പർ ഡെയിലി. എൻ്റെ ബ്രദർ എല്ലാ ദിവസവും ഡെയിലി ന്യൂസ് പേപ്പർ വായിക്കാറുണ്ട് എന്നുള്ളതാണ്. അവിടെ മൈ ബ്രദർ എന്നുള്ളത് സിംഗുലറാണ്, ഒരൊറ്റ ആളാണ്. അതുകൊണ്ട് റീഡ് കഴിഞ്ഞതിന് എസ് ആഡ് ചെയ്തു. അതുപോലെ ഇറ്റ് റെയിൻസ് ഹെവിലി ഇൻ ജൂലൈ അല്ലേ. ഇറ്റ് എന്നാണ് അവിടെ സൂചിപ്പിക്കുന്നത്, അത് സിംഗുലർ ആയിട്ടാണ് അവിടെ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് റെയിൻ കഴിഞ്ഞേക്ക് തന്നെ എസ് ഉപയോഗിച്ചത്. ഇറ്റ് റെയിൻസ് ഹെവിലി ഇൻ ജൂലൈ. വെൻ ദ സബ്ജക്റ്റ് ഈസ് ഇൻ പ്ലൂറൽ ഫോം, ദർ ഈസ് നോ നീഡ് ഓഫ് യൂസിങ് എസ് ഓർ ഇ എസ് വിത്ത് ദ വേർബ്. വെൻ ദ സബ്ജക്റ്റ് ഈസ് ഇൻ പ്ലൂറൽ ആകുമ്പോൾ ഏതൊക്കെ സബ്ജക്റ്റ് ആവാം? ഐനെ നമ്മൾ ഇതിൽ എന്തായിട്ട് കൺസിഡർ ചെയ്യുള്ളൂ? പ്ലൂറലായിട്ടാണ് കാണുക. യു അല്ലെങ്കിൽ ദേ അല്ലെങ്കിൽ വി, ഇതെല്ലാം ഐ യു ദേ വി, ഇതെല്ലാം പ്ലൂറൽ സബ്ജക്റ്റ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അത് സബ്ജക്റ്റായി വരുമ്പോൾ ഐ സബ്ജക്റ്റ് ആയാലും യു സബ്ജക്റ്റ് ആയാലും അല്ലെങ്കിൽ ദേ സബ്ജക്റ്റ് ആയാലും വി സബ്ജക്റ്റ് ആയാലും വേർബിൻ്റെ കൂടെ നമ്മൾ പിന്നെ എന്തുപയോഗിക്കേണ്ട ആവശ്യമില്ല? എസ് ഒ ഇ എസ് ഒ ആഡ് ചെയ്യേണ്ടത് ആവശ്യമില്ല. വി ഹാവ് ടു ഒമിറ്റ് എസ് ഓർ ഇ എസ്. നമ്മൾ എന്ത് ചെയ്യണം? എസ് ഒ ഇ എസ് ഒ ഉണ്ടെങ്കിൽ അതുകൊണ്ട് ഒമിറ്റ് ചെയ്യാനേ പറ്റുള്ളൂ എന്നാണ് കേട്ടോ. നമുക്ക് ദേ എന്ന് പറയുമ്പോൾ അവരായി. അപ്പോൾ ദേ പ്ലേ ക്രിക്കറ്റ്, അവിടെ എന്തിൻ്റെ ആവശ്യമില്ല? ദേ പ്ലേസ്, എസിൻ്റെ ആവശ്യമില്ല. ഐ വാക്ക് എവറി മോർണിംഗ്, നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ. ഹീ പ്ലേസ് ക്രിക്കറ്റ് എവറി മോർണിംഗ്, അവിടെ പ്ലേയുടെ കൂടെ എസ് ആഡ് ചെയ്തത് എന്തുകൊണ്ടാണ്? അവിടെ ഹി എന്നുള്ള സബ്ജക്റ്റ് ഒരൊറ്റ ആളാണ്.
പക്ഷേ ഐ വോക്ക് എവറി മോർണിംഗ്, ഐ ഇവിടെ പ്ലൂറലായിട്ടാണ് കൺസിഡർ ചെയ്യുക. അതുകൊണ്ട് തന്നെ ഐ വന്നതുകൊണ്ട് എസ് വോക്സ് എന്ന് വേണ്ട, ഐ വോക്ക് എവറി മോർണിംഗ്. അല്ലെങ്കിൽ വി ഈറ്റ് ഐസ്ക്രീം, വി ഈറ്റ്സ് അല്ല വരുന്നത്, വി ഈറ്റ് ഐസ്ക്രീം. ദെൻ പ്രസൻറ്റ് കണ്ടിന്യൂസ്, സിമ്പിൾ പ്രസൻറ്റ് കഴിഞ്ഞു. സിമ്പിൾ പ്രസൻറ്റ് ശ്രദ്ധിക്കേണ്ടത് സബ്ജക്റ്റ് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ നോക്കുക. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വേർബിൻ്റെ കൂടെ എസ് ഉണ്ടോ നോക്കുക. സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ വേർബിൻ്റെ കൂടെ എസ് ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുക. അങ്ങനെയാണ് നമ്മൾ നോക്കേണ്ടത്. ദെൻ പ്രസൻറ്റ് കണ്ടിന്യൂസ്, പ്രസൻറ്റ് കണ്ടിന്യൂസ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ആക്ഷനെ സൂചിപ്പിക്കാനാണ് നമ്മൾ ഏത് ഉപയോഗിക്കുന്നത്? പ്രസൻറ്റ്, ഇപ്പോൾ ചെയ്തുകൊണ്ടേയിരിക്കുന്ന ഒരു ആക്ഷനാണ്, ഓൺ ഗോയിങ് ആക്ഷൻസിനെ കുറിച്ചിട്ട് പറയാനാണ് ഇത് ഉപയോഗിക്കുന്നത്, പ്രസൻറ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കുന്നത്. ഇൻ ദിസ് ആക്ഷൻ ഈസ് സ്റ്റിൽ ഗോയിങ് ഓൺ ആൻഡ് ഹെൻസ് കണ്ടിന്യൂസ്, നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ ഞാനിങ്ങനെ എഴുതിക്കൊണ്ടേയിരിക്കുകയാണെങ്കിൽ അതെന്താണ്? ഐ ആം റൈറ്റിംഗ് എ ലെറ്റർ എന്നാണെങ്കിൽ ഞാനിപ്പോൾ ലെറ്റർ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ എന്താണ്? ചെയ്തുകൊണ്ടേയിരിക്കുന്ന ആക്ഷൻ ആകുമ്പോഴാണ് പ്രസൻറ്റ് കണ്ടിന്യൂസിൽ ഉപയോഗിക്കുന്നത്. പ്രസൻറ്റ് കണ്ടിന്യൂസിൻ്റെ ഫോം എന്തായിരിക്കണം? ഫസ്റ്റ് സബ്ജക്റ്റ് വരണം, ദെൻ കംസ് ഓക്സിലറി വെർബ്സ് ഈസ് ഓർ ആം ഓർ ആർ വരും. ബിയുടെ ഫോംസ് ആണ് വരേണ്ടത്. ഈസ് അല്ലെങ്കിൽ ആം, ആറ്, അത് കഴിഞ്ഞിട്ട് എന്ത് വരണം? വേർബ് വരണം. വേർബ് പറഞ്ഞാൽ പിന്നെ ING. കണ്ടിന്യൂസ് ടെൻസുകളിൽ എപ്പോഴും ലാസ്റ്റ് വേർബ് കഴിഞ്ഞേക്ക് ING ഉണ്ടായിരിക്കും. നോക്കാം, സബ്ജക്റ്റ് പ്ലസ് ഈസ് ഓർ ആം ഓർ ആർ പ്ലസ് വേർബ് പ്ലസ് ING തന്നെ വായിച്ച് പഠിക്കുക. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ ഹി, വെദർ ഇറ്റ് ഈസ് ഹി ഓർ ഷീ ഓർ ഇറ്റ്, വി ഹാവ് ടു യൂസ് ഈസ്. എന്താണ്? സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ ഈസ് ഉപയോഗിക്കുക. സബ്ജക്റ്റ് ഐ ആണ് വന്നതെങ്കിൽ ആം ഉപയോഗിക്കണം. സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ ഇപ്പോൾ വിയോ യു ദേ ഒക്കെ വരികയാണെങ്കിൽ ആറാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ ഈസ്, സബ്ജക്റ്റ് ഐ ആണെങ്കിൽ ആം, സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ ആറ് ഉപയോഗിക്കണം. അത് കഴിഞ്ഞേക്ക് വേർബ് വരണം, ദെൻ ING കൂടെ ഉപയോഗിക്കുക. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ ഹി ഷീ ഇറ്റൊക്കെ ആണെങ്കിൽ ഈസ് വരണം. സബ്ജക്റ്റ് ഐ ആണെങ്കിൽ ആം വരണം. സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ ആറ് വരണം. ഐ ആം റൈറ്റിംഗ് എ പോം, എക്സാമ്പിളാണ് അല്ലേ, ഞാനൊരു പോം എഴുതിക്കൊണ്ടിരിക്കുന്നു. ഷീ ഈസ് ഡാൻസിങ്, അവൾ ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ദേ ആർ പ്ലേയിങ് ഫുട്ബോൾ, അവർ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്നു. യു ആർ ഡൂയിങ് വെൽ, നീ നന്നായി ചെയ്യുന്നു. ഇതൊക്കെ പറയുമ്പോൾ ഏതിലാണ്? ഇതൊക്കെ പറയുമ്പോൾ ഉപയോഗിക്കേണ്ട ഇതാണ് പ്രസൻറ്റ് കണ്ടിന്യൂസ് ആണ്. ഇതിലേക്ക് ഇത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ആണ് എന്ന് നമുക്ക് ചിലപ്പോൾ മനസ്സിലാക്കാനുള്ള കുറച്ച് ക്ലൂ വേർഡ്സോ അല്ലെങ്കിൽ കീ വേർഡ്സോ വേണം. അതിൽ ഏതാണ്? ഷോ ദ ആക്ഷൻ ഈസ് ഹാപ്പനിങ് റൈറ്റ് നൗ ഓർ അറൗണ്ട് നൗ. നൗ എന്ന് ഉപയോഗിച്ചിട്ടുണ്ടാവും മിക്കവാറും, അല്ലെങ്കിൽ ഓർ പ്രസൻ്റ്ലി ഓർ കറൻ്റ്ലി ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കും ആ ഒരു സെൻറ്റൻസിൽ. ഷീ ഈസ് റൈറ്റിംഗ് നൗ, അല്ലെങ്കിൽ അവിടെ നൗ എന്നാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ റൈറ്റ് നൗ, ഹീ ഈസ് സ്പീക്കിംഗ് റൈറ്റ് നൗ, അവനിപ്പോൾ എന്ത് ചെയ്യാണ്? സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് അല്ലേ. അതുപോലെ അറ്റ് ദ മൊമെൻ്റ് ഉപയോഗിക്കാം. ഐ ആം സ്റ്റഡിയിങ് അറ്റ് ദ മൊമെൻ്റ്. അറ്റ് ദ മൊമെൻ്റ്, ഈ നിമിഷത്തിൽ ഞാൻ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയാം. അതും എന്തിലാണ്? അത് പ്രസൻറ്റ് കണ്ടിന്യൂസിലാണ് വരിക. കറൻ്റ്ലി എന്ന് ഉപയോഗിക്കുമ്പോൾ ദേ ആർ കറൻ്റ്ലി വർക്കിംഗ് ഓൺ എ പ്രോജക്റ്റ്. ദേ വന്നിട്ടുണ്ട്, ആറ് വന്നിട്ടുണ്ട്, വർക്ക് കഴിഞ്ഞിട്ട് ING വന്നിട്ടുണ്ട്. അപ്പോൾ ദേ ആർ കറൻ്റ്ലി വർക്കിംഗ് ഓൺ എ പ്രോജക്റ്റ്. ടുഡേ, ദിസ് വീക്ക്, ദിസ് മന്ത് എന്നൊക്കെ വരുമ്പോഴും ഏത് തന്നെയാണ് ഉപയോഗിക്കേണ്ടത്? പ്രസൻറ്റ് കണ്ടിന്യൂസ് ആണ്. ഐ ആം സ്റ്റേയിങ് വിത്ത് മൈ ഫ്രണ്ട് ദിസ് വീക്ക്. ഷീ ഈസ് ലേണിംഗ് ഫ്രഞ്ച് ദിസ് മന്ത്. ലുക്ക് ഓർ ലിസൺ, അവിടെ ഇമ്മീഡിയറ്റ് ആക്ഷൻ ആണ് അല്ലേ. ലുക്ക് ഒരു ഇമ്മീഡിയറ്റ് ആക്ഷൻ പറയുമ്പോഴും അതാണ് ഉപയോഗിക്കുന്നത്. ദ
ദ ബേബി ഈസ് ക്രൈയിങ്. ലിസൺ, ദ ബേർഡ്സ് ആർ സിംഗിങ്. ശ്രദ്ധിക്കൂ, ബേർഡ്സ് എന്ത് ചെയ്യുന്നു? പാട്ട് പാടുന്നു. നോക്കൂ, കുഞ്ഞ് കരയുന്നു എന്ന് പറയുമ്പോൾ എന്താണ്? അവിടെയും പ്രസൻറ്റ് കണ്ടിന്യൂസിലാണ് ഉപയോഗിക്കേണ്ടത്. പ്രസൻറ്റ് കണ്ടിന്യൂസിൻ്റെ അപ്പോൾ ഫോം എന്തായിരിക്കണം? സബ്ജക്റ്റ് പ്ലസ് ഈസ് ഓർ ആം ഓർ ആർ പ്ലസ് വേർബ് പ്ലസ് ing. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ ഈസാണ്, സബ്ജക്റ്റ് പ്ലൂരൽ ആണെങ്കിൽ ആറാണ്, സബ്ജക്റ്റ് ഐ വന്നാൽ ആം ആണ് യൂസ് ചെയ്യേണ്ടത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. വെൻ ഡു വി യൂസ് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ്? റീസെൻ്റ്ലി കംപ്ലീറ്റഡ് ആക്ഷൻസ് അല്ലേ? പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ഈസ് യൂസ്ഡ് ടു ഷോ റീസെൻ്റ്ലി കംപ്ലീറ്റഡ് ആക്ഷൻസ് ആണ്. അത് എന്ത് കാണിക്കാൻ വേണ്ടിയാണ്? വളരെ പെട്ടെന്ന് പൂർത്തീകരിച്ചിട്ടുള്ള ഒരു ആക്ഷൻസ് പറയാൻ വേണ്ടിയിട്ട് നമ്മളത് പാസ്റ്റിൽ പറയേണ്ട ആവശ്യമില്ല. പക്ഷെ പെർഫെക്റ്റ്ലി പറയുന്ന ആക്ഷൻസ് എല്ലാം കംപ്ലീറ്റഡ് ആയിരിക്കണം എന്നുള്ളതാണ് കേട്ടോ. അത് ഉപയോഗിക്കുമ്പോൾ തന്നെ നമ്മൾ അധികം ജസ്റ്റ് കംപ്ലീറ്റഡ് അല്ലെങ്കിൽ ഓൾറെഡി എന്നുള്ള വേർഡൊക്കെ ഉപയോഗിക്കാറുണ്ട്. ഐ ഹാവ് ജസ്റ്റ് ഫിനിഷ്ഡ് മൈ ഹോംവർക്ക്. ഞാൻ ഇപ്പോൾ എൻ്റെ ഹോംവർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളൂ. ആൻഡ് ഷീ ഹാസ് ഓൾറെഡി ഈറ്റൻ ഡിന്നർ. അവളിപ്പോൾ തന്നെ എന്ത് ചെയ്താണ്? ഡിന്നർ കഴിച്ചു കഴിഞ്ഞു എന്ന് പറയാം. അവിടെ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൽ അപ്പം തന്നെ കംപ്ലീറ്റഡ് ആക്ഷൻസ് ആണ് എപ്പോഴും പെർഫെക്റ്റ് ടെൻസിൽ ഉപയോഗിക്കുക. അത് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ആണെങ്കിൽ അത് റീസെൻ്റ്ലി കംപ്ലീറ്റഡ് ആക്ഷൻസിനെയാണ് സൂചിപ്പിക്കുന്നത്. ആക്ഷൻസ് ദാറ്റ് ഹാപ്പൻ ഇൻ ദ പാസ്റ്റ് ബട്ട് ടൈം ഈസ് നോട്ട് മെൻഷൻഡ്. പാസ്റ്റിൽ നടന്ന ആക്ഷൻസ് പറയുമ്പോൾ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കാറുണ്ട്. പക്ഷേ കറക്റ്റായിട്ട് പാസ്റ്റിൽ നടന്ന കറക്റ്റായിട്ടൊരു ഡേറ്റോ ഇയറോ ഒക്കെ മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മളത് സിമ്പിൾ പാസ്റ്റിൽ തന്നെ പറയണം എന്നുള്ളതാണ് കേട്ടോ. നോക്കൂ, ഐ ഹാവ് വിസിറ്റഡ് ഡൽഹി. അവിടെ എന്ത് പറയുന്നില്ല? ടൈം പറയുന്നില്ല. അതുപോലെ ഷീ ഹാസ് സീൻ ദാറ്റ് മൂവി. അവൾ ആ സിനിമ കണ്ടു. എപ്പോഴാണെന്ന് പറയുന്നില്ല. അതുകൊണ്ടാണ് അവിടെ ഹാസ് ഉപയോഗിക്കുന്നത്. ഇനി സബ്ജക്റ്റിൻ്റെ ഫോം നോക്കാം. സ്ട്രക്ചർ സബ്ജക്റ്റ് അല്ല, സെൻറ്റൻസ് സ്ട്രക്ചർ എന്തായിരിക്കണം എന്നാണ്. സബ്ജക്റ്റ് ഉണ്ടായിരിക്കണം ഫസ്റ്റ്, ദെൻ ഹാസ് ഓർ ഹാവ് വരണം, പിന്നെ V3 ആണ് വരേണ്ടത്. പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമാണ് ഉപയോഗിക്കേണ്ടത്. വിത്ത് സിംഗുലർ സബ്ജക്റ്റ് ഹാസ്, വിത്ത് പ്ലൂറൽ സബ്ജക്റ്റ് ഹാവ്. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ അത് ഹീ, ഷീ, ഇറ്റൊക്കെ ആണെങ്കിൽ ഹാസ് ആണ് ഉപയോഗിക്കേണ്ടത്. സബ്ജക്റ്റ് പ്ലൂരൽ ആണെങ്കിൽ എന്താണ് ഉപയോഗിക്കേണ്ടത്? ഹാവ്. അപ്പോൾ ഐ ഹാവ്, യു ഹാവ്, ഹീ ഹാസ്, ഷീ ഹാസ്, അങ്ങനെയാണ് വരിക. അത് കഴിഞ്ഞാൽ ഏതുണ്ടായിരിക്കണം? V3 ഉണ്ടായിരിക്കണം. ഓക്കെ, ഹീ ഹാസ് കംപ്ലീറ്റഡ് ഹിസ് അസൈൻമെൻറ്റ്. അവൻ്റെ അസൈൻമെൻറ്റ് കംപ്ലീറ്റ് ചെയ്തു. അത് റീസെൻ്റ്ലി കംപ്ലീറ്റഡ് ആക്ഷൻ ആവുകൊണ്ട് നമുക്കത് ഏതിൽ പറയാം? പ്രസൻറ്റ് പെർഫെക്റ്റ്ലി പറയാം. അപ്പോൾ സബ്ജക്റ്റ് അവിടെ ഹീ വരുന്നുണ്ട്, അത് കഴിഞ്ഞത് തന്നെ ഹാസ് വരുന്നുണ്ട്, അത് കഴിഞ്ഞേക്ക് കംപ്ലീറ്റ് എന്നുള്ള വേർബിൻ്റെ V3 ഫോമായ കംപ്ലീറ്റഡ് വരുന്നുണ്ട്. ഹീ ഹാസ് കംപ്ലീറ്റഡ് ഹിസ് അസൈൻമെൻറ്റ്. അവൻ്റെ അസൈൻമെൻറ്റ് കംപ്ലീറ്റ് ചെയ്തു. വി ഹാവ് വിസിറ്റഡ് ദ മ്യൂസിയം. അവിടെ എന്താണ്? വി എന്നാണ് സബ്ജക്റ്റ് വന്ന്, അതുകൊണ്ട് നമ്മൾ ഹാവ് ഉപയോഗിച്ചു. വിസിറ്റ് കഴിഞ്ഞേക്ക് ഈടി ചേർത്തിട്ട് അതിനെ വിസിറ്റഡ് ആക്കി, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആക്കി. വി ഹാവ് വിസിറ്റഡ് ദ മ്യൂസിയം. ഹാവ് യു ഈറ്റൻ ലഞ്ച്? അത് ക്വസ്റ്റ്യൻ ആയിട്ടാണ് കേട്ടോ. നീ ലഞ്ച് കഴിച്ചോ എന്നാണ് ചോദിക്കുന്നത്. അവിടെ ഈറ്റ്, എയ്റ്റ്, ഈറ്റൻ. ഇനി പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് നോക്കാം. പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിനാകുമ്പോൾ സബ്ജക്റ്റ് കഴിഞ്ഞാൽ ഹാസോ അല്ലെങ്കിൽ ഹാവോ വരണം. സബ്ജക്റ്റ് ഹാസ് ഹാവും കഴിഞ്ഞാൽ ബീൻ വരണം, ദെൻ വേർബ് വരണം, ആൻഡ് ആഫ്റ്റർ ദാറ്റ് ing. സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് വേർബ് പ്ലസ് ing ആയിരിക്കണം. To show on action that started in the past and continue in the present. ഈ ആക്ഷൻസ് എപ്പോഴാണ്? പാസ്റ്റിൽ തുടങ്ങിയിട്ട് സ്റ്റിൽ ഡൂയിങ് ആയിരിക്കണം, സ്റ്റിൽ ഗോയിങ് ആയിരിക്കണം. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ആക്ഷൻ ആണെങ്കിൽ മുൻപേ തുടങ്ങി ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ആക്ഷൻ ആണെങ്കിൽ അതിനെ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലാണ് എഴുതേണ്ടത്. മുൻപേ നമ്മൾ എവിടെയെങ്കിലും ജോലി ചെയ്തിരുന്നു, ഇപ്പോഴും സിൻസ് അല്ലേ,
ഇപ്പോഴും ചെയ്തുകൊണ്ടേയിരിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം, അത് നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് അവിടെ എന്തും കൂടി ഉപയോഗിക്കേണ്ടി വരും. നമുക്ക് ആ ടൈം സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് സിൻസ് ഫോറൊക്കെ ഉപയോഗിക്കേണ്ടി വരും. ഓക്കെ, ഷീ ഹാസ് ബീൻ വർക്കിംഗ് ഹിയർ ഫോർ 5 years. അവളിവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ വർക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചെയ്യുന്ന കാര്യമല്ല, 5 years ആയിട്ട്, ഫോർ 5 years, ഇയേഴ്സ് ആയിട്ട്, എന്താണ് 5 വർഷത്തോളമായിട്ട് ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. നമുക്കവിടെ സിൻസും ഫോറിൻ്റെയും പ്രയോഗങ്ങളുണ്ട് അല്ലേ. സിൻസും ഫോറും എങ്ങനെയാണ് ഉപയോഗിക്കാറ്? അത് നമ്മുടെ ആ ടൈം പീരീഡിനെ കാണിക്കാനാണ്. ഒരു ടൈം പീരീഡിനെ കാണിക്കാനാണെങ്കിൽ ഫോറാണ് ഉപയോഗിക്കേണ്ടത്. ഇത്ര കാലമായിട്ട്, ഇത്ര മണിക്കൂറായിട്ട്, 2 മണിക്കൂറായിട്ട്, അല്ലെങ്കിൽ 2 വർഷമായിട്ട്, 2 weeks ആയിട്ട് എന്ന് പറയുന്നത് കറക്റ്റ് ഇന്നത് മുതൽ ഇന്നത് വരെ എന്ന് പറയുന്നില്ല. അങ്ങനെ ഒരു ടൈം പീരീഡിനെ കാണിക്കാനാണ് പറയുന്നതെങ്കിൽ ഫോറാണ് ഉപയോഗിക്കേണ്ടത്. ഫോർ 5 years. അതേസമയം കൃത്യമായിട്ടുള്ള ഒരു ഇയർ മെൻഷൻ ചെയ്യുകയാണെങ്കിൽ, ഒരു കൃത്യമായിട്ടൊരു ഡേറ്റ് മുൻപേത്തെ പറഞ്ഞു തുടങ്ങുകയാണെങ്കിൽ, ഇയർ പറയുകയാണെങ്കിലൊക്കെ എന്താണ് ഉപയോഗിക്കേണ്ടത്? അവിടെ എന്ത് ചെയ്യാം, ഇപ്പോൾ ഇവിടെ ഫോർ 5 years എന്നുള്ളതിന് പകരം 2019 മുതൽ അല്ലെങ്കിൽ 2020 മുതലാണ് എന്ന് പറയണമെങ്കിൽ നമ്മൾ എന്ത് ഉപയോഗിക്കണം? ഷീ ഹാസ് ബീൻ വർക്കിംഗ് ഹിയർ സിൻസ് 2020 അല്ലേ, 2020 എന്ന് പറയാം. അതുപോലെ തന്നെ ഒരു കറക്റ്റായിട്ടൊരു ഡേറ്റോ ഇയറൊക്കെ മെൻഷൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് സിൻസ് ഉപയോഗിക്കാം. ടൈം പീരീഡാണ് കാണിക്കുന്നതെങ്കിൽ നമുക്ക് ഫോർ ഉപയോഗിക്കാം. ടു എംഫസൈസ് ഡ്യൂറേഷൻ വിത്ത് ഫോർ ആൻഡ് സിൻസ്. മുമ്പേ പറഞ്ഞ കാര്യം തന്നെയാണ്. നമ്മൾ ടൈമിൻ്റെ ഡ്യൂറേഷൻ പറയുമ്പോൾ നമ്മൾ എപ്പോഴാണ് ഫോറ് അല്ലെങ്കിൽ സിൻസ് ഉപയോഗിക്കാം. ദേ ഹാവ് ബീൻ വെയിറ്റിംഗ് ഫോർ 2 hours. അവർ വെയിറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഇത്ര 2 മണിക്കൂറായിട്ട് അവർ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫോർ 2 hours എന്ന് പറയാം. എന്നാൽ അത് 2 മണി മുതലാണ് വെയിറ്റ് ചെയ്യുന്നത് എന്ന് പറയുകയാണെങ്കിൽ എങ്ങനെ ഇത് പറയണം? ദേ ഹാവ് ബീൻ വെയിറ്റിംഗ് സിൻസ് 2 PM. അപ്പോൾ അങ്ങനെ പറയാം, 2 മണി മുതൽ അവർ വെയിറ്റ് ചെയ്യാണ്. ഹി ഹാസ് ബീൻ സ്ലീപ്പിംഗ് സിൻസ് 10 o'clock. അവൻ എത്രയാണ്? 10 മണി മുതൽ ഉറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. ഷി ഹാസ് ബീൻ ടീച്ചിങ് ഇംഗ്ലീഷ് ഫോർ 10 years. അവിടെയും ടൈം പീരീഡാണ് അല്ലേ, 10 വർഷത്തോളമായിട്ട് അവൾ ഇംഗ്ലീഷ് പഠിപ്പിക്കുകയാണ്. ദ ഹാവ് ബീൻ ലിവിങ് ഇൻ ഡൽഹി സിൻസ് 2012 അല്ലേ. അവർ ഡൽഹിയിൽ ജീവിക്കാൻ തുടങ്ങിയിട്ട് 2012 മുതൽ ജീവിക്കുകയാണ്. സ്റ്റിൽ അവിടെ തന്നെയാണ് അല്ലേ, അവിടെ തന്നെയാണെന്ന് പറയുമ്പോഴും എന്താണ്, സിൻസ് ഉപയോഗിക്കുന്നു. അങ്ങനെ മുൻപേ ഒരു ആക്ഷൻ തുടങ്ങി ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ ആക്ഷൻ എപ്പോഴും ഏത് ടെൻസിലായിരിക്കണം? പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലായിരിക്കണം. അതിൻ്റെ ഫോം എന്താണ്? സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് വേർബ് പ്ലസ് ING ആണ്. മിക്കവാറും നമുക്കവിടെ ടൈം ഡ്യൂറേഷൻ കാണിക്കേണ്ടി വരും. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഫോറോ സിൻസോ ഉപയോഗിക്കേണ്ടി വരും.